ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ് ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ. ഫിസിക്സിലെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. ഈ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് ചോദിക്കുന്ന, ഒരുപാട് മാത്തമാറ്റിക്കൽ എഴുതി കണക്ക് കൂട്ടി ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഞാൻ എടുത്തുതരാം എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഈ കാര്യങ്ങൾ മാത്രം ഈ സ്ലൈഡിൽ കാണിക്കുന്ന, ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് SSLC എക്സാമിന് 40 മാർക്ക് ഫുൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ PDF PPT ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് മലയാളം മീഡിയംകാർക്കും ഇംഗ്ലീഷ് മീഡിയംകാർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ്സുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ മലയാളം പറയാം, ഇംഗ്ലീഷോടെ നിങ്ങൾക്ക് വായിക്കാം. അപ്പൊ അത് ഈസി അല്ലേ? അല്ല മറിച്ച് ഞാൻ ഇവിടെ മലയാളം കൊടുത്തിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ യു വോണ്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മലയാളം മീഡിയം കുട്ടികൾക്ക് ഇനി സ്പെഷ്യൽ ആയിട്ട് എഗെയിൻ ഒന്നും കൂടി പറഞ്ഞു തരണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ വേറെ ഞാൻ ക്ലാസ്സുകളായിട്ട് വീണ്ടും ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ആദ്യം കൊടുത്തിട്ടുള്ളത്, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് കാണാൻ പറ്റും. എന്താ കൊടുത്തിട്ടുള്ളത്? ദ ഫാൻ ആൻഡ് ലൈറ്റ് ആർ വർക്കിംഗ് അൺനെസസറിലി. ഒരു ഫാനും ഒരു ലൈറ്റും ആവശ്യമില്ലാണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ കറണ്ട് ബില്ല് കൂടാതിരിക്കുക എന്നാണ് അമ്മ പറയുന്നത്. അപ്പൊ കുട്ടി പറയുന്നത് ആകെ ഒരു ഫാനും ഒരു ബൾബും മാത്രമല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ, അതിന് ഇത്രമാത്രം പറയാനെന്നുള്ള, എത്രമാത്രം കറണ്ട് കൂടാനൊക്കെയുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരുപാട് തരത്തിലുള്ള ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വൈദ്യുത ഉപകരണങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പേരുകൾ പറയാലോ. ബൾബ് ഉണ്ട്, ഫാൻ ഉണ്ട്, AC ഉണ്ട്, TV ഉണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്, ഡ്രില്ലർ ഉണ്ട്, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം, എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഓരോ വൈദ്യുത ഉപകരണങ്ങളിലുമുള്ള ഊർജ്ജമാറ്റം ചോദിക്കും. ഊർജ്ജമാറ്റം, ഓക്കെ, എന്താണ് എനർജി ചേഞ്ച് എന്താണെന്ന് ചോദിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്ന LED ആയിരിക്കാം. ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇതിന്റെ കൂടെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇലക്ട്രിക് ബൾബ്, നമുക്ക് രണ്ട് തരത്തിലുള്ള ബൾബുകളാണ് നോർമലി പറയുന്നത്. LED, ലൈറ്റിനെ പുറത്തോട്ട് വിടുന്ന ബൾബ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ലൈറ്റിനെ പുറത്തോട്ട് വിടുന്ന ഡയോഡ്, അതാണ് LED ഫുൾ ഫോം കേട്ടോ. CFL, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്, ദാറ്റ് ഈസ് CFL. കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ ചെറുത്. ട്യൂബ് ലൈറ്റ് കണ്ടിട്ടുണ്ടല്ലോ, അത് ശരിക്കും ഫ്ലൂറസെന്റ് ലാമ്പാണ്. അതിന്റെ ചെറുതിനെ പറയുന്നതാണ് കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്, ദാറ്റ് ഈസ് CFL. അപ്പൊ LED എന്ന് വെച്ചാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. CFL എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പാണ്. പിന്നെ പണ്ടൊരു ബൾബ് ഉണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ ഒരു ബൾബ് ഉണ്ടായിരുന്നില്ല പണ്ട്, ഇപ്പൊ അധികം യൂസ് ചെയ്യാത്തൊരു ബൾബ് പണ്ട്. ഇതിന് പറയുന്നതാണ് ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് പറയും. ഇതിനുള്ളിലുള്ളത് നമ്മുടെ ഓക്കെ, അതിനുള്ളിലുള്ളത് എന്തായിരുന്നു? നമ്മുടെ ഫിലമെന്റ് ആണ്, ടങ്സ്റ്റൺ ആണ്. അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഇലക്ട്രിക് ബൾബ്, അതായത് ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്? നമുക്കറിയാം, ഇലക്ട്രിക് ബൾബിലോട്ട് നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി ആണല്ലോ. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? ലൈറ്റ് എനർജി ആയിട്ട് മാറും. മനസ്സിലായല്ലോ? അതിന് കൂടെ ചെറുതായിട്ട് എന്തുണ്ടാവും? ഹീറ്റും ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, വൈദ്യുതോർജ്ജം എന്തോർജ്ജമായിട്ട് മാറുന്നു? പ്രകാശോർജ്ജമായി മാറുന്നു. പിന്നെ എന്തുകൂടി ഉണ്ടാവുന്നത്? താപം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾ പറയണം കേട്ടോ. സീലിംഗ് ഫാൻ ആയിക്കോട്ടെ, പെഡസ്റ്റൽ ഫാൻ ആയിക്കോട്ടെ, വാൾ ഫാൻ ആയിക്കോട്ടെ, എല്ലാവരിലും നമ്മൾ കൊടുക്കുന്ന എനർജി ഇലക്ട്രിക്കൽ എനർജി ആണല്ലോ, വൈദ്യുതോർജ്ജമാണല്ലോ കൊടുക്കുന്നത്. ഇത് കറങ്ങുകയല്ലേ ചെയ്യുന്നത്? ഫാൻ എന്ന് പറഞ്ഞാൽ കറങ്ങുകയല്ലേ ചെയ്യുന്നത്? കറങ്ങുക മീൻസ് മെക്കാനിക്കൽ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടിപ്പായിട്ട് മനസ്സിൽ വെക്കാം, കറങ്ങുന്ന എല്ലാ വസ്തുക്കളിലും. അപ്പൊ ഏതൊക്കെ കറങ്ങുന്നത് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ പറയാട്ടാ. ഒരെണ്ണം എക്സാമ്പിൾ ഞാൻ പറയാം. ദ ഫാൻ കറങ്ങുന്നതാണ്, മിക്സി കറങ്ങുന്നതാണ്, പിന്നെ എന്തൊക്കെയാ കറങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. റെഫ്രിജറേറ്റർ, അതിൻ്റെ ഉള്ളിൽ കറങ്ങുന്ന ഒരു സംഭവമുണ്ട്. AC, അതിനുള്ളിൽ കറങ്ങുന്ന ഒരു സംഭവമുണ്ട്. വാഷിംഗ് മെഷീൻ, മനസ്സിലായല്ലോ? അപ്പൊ കറങ്ങുന്ന സംഭവത്തിലെല്ലാം തന്നെ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി. എങ്ങനെ പറയാം മലയാളത്തില്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ഇത് എക്സാമിന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് അയൺ, അവിടെ എന്താ ഊർജ്ജമാറ്റം എന്തുണ്ടായിരുന്നു? നമ്മുടെ അയൺ ബോക്സ്. വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. അടുത്തത് ഇനി ഇത്തിരി ഫാസ്റ്റായിട്ട് പറയട്ടെ, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി റെഫ്രിജറേറ്റർ നമ്മൾ പറഞ്ഞു, ഇതിന്റെ ഉള്ളിലായിട്ട് എന്തിരിക്കുന്നുണ്ട്? ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു ഫാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. സോ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി. പ്ലസ് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? കൂളിംഗ് ഉണ്ടാവുന്നുണ്ട്, കൂളിംഗ് എഫക്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ. എന്താ പറയാ? വൈദ്യുതോർജ്ജം യാന്ത്രോർജ്ജമായി മാറുന്നു.
എ സിയോ അവിടെ ഇതുപോലെ തന്നെ വൈദ്യുതോർജ്ജം എന്തോർജ്ജമായിട്ട് മാറുന്നു, യാന്ത്രികോർജ്ജം ദാറ്റ് ഈസ് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അത് നോക്കിക്കേ, ടെലിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയാണ് കൊടുക്കുന്നത്, പക്ഷെ നമുക്ക് അതിൽ നിന്ന് ലൈറ്റ് എനർജി കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സൗണ്ട് എനർജി കിട്ടുന്നുണ്ട്. പിന്നെ കുറെ നേരം ടി വി ഓൺ ആക്കി വെച്ചിട്ട് എന്തുണ്ടാവും, ഹീറ്റും ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ ടി വിക്കൊക്കെ ഹീറ്റ് വളരെ കുറവാണ്, മുന്നേ വളരെ കൂടുതലായിരുന്നു. ബിക്കോസ് മുന്നേ ഉപയോഗിച്ചിരുന്ന CRT എന്ന് പറയുന്ന കാഥോഡ് റേ ട്യൂബ് ആണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇനി മിക്സർ ഗ്രൈൻഡർ നമ്മൾ പറഞ്ഞു, കറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും എന്ത് സംഭവിക്കും, എന്താണെന്ന് പറഞ്ഞു, എന്ത് എനർജി എന്ന് പറഞ്ഞു, മെക്കാനിക്കൽ എനർജി അല്ലേ. സോ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി, അതായത് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഓക്കെ, സൗണ്ട് ഉണ്ടാവുന്നുണ്ട്, സൗണ്ട് എനർജി ഉണ്ടാവുന്നുണ്ട് അവിടെ. ഇനി ഇലക്ട്രിക് ഹീറ്റർ അല്ലെങ്കിൽ ഗേസർ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രിക്കൽ എനർജി, അതായത് വെള്ളം ചൂടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവം, അവിടെ വൈദ്യുതോർജ്ജം എന്തോർജ്ജമായിട്ട് മാറുന്നു, താപോർജ്ജമായിട്ട് മാറുന്നു. എക്സാമിന് ചോദിക്കുന്ന ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ പറയുന്ന ഊർജ്ജമാറ്റം, ഡെഫിനറ്റ്ലി ചോദിക്കും. ഓക്കെ, സോ വാഷിംഗ് മെഷീൻ, നെക്സ്റ്റ് വൺ, വാഷിംഗ് മെഷീൻ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, AC വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ റെഫ്രിജറേറ്ററിലൊക്കെ കറങ്ങുന്ന സംഭവങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. സോ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇനി മൈക്രോവേവ് ഓവൻ, അതിലാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. ഓക്കെ, ടോസ്റ്ററിലും ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യില്ലേ, അതിലെന്താ സംഭവിക്കുന്നത്, ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലായി, ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഇവിടെ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് വെച്ചോ, അല്ലെങ്കിൽ AC വർക്ക് ചെയ്യുന്നുണ്ട് വെച്ചോ. അപ്പൊ നമ്മൾ ഫാൻ അല്ലെങ്കിൽ ലൈറ്റ്, ഈ ലൈറ്റ് ആണെന്ന് വെച്ചോ, ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എനർജി എന്ത് കിട്ടാം, ലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് എനർജി ആണല്ലോ നമുക്ക് ആവശ്യമുള്ളത്. അതായത് ബൾബിൽ നിന്ന് ആവശ്യമുള്ളത് നമുക്ക് ലൈറ്റ് എനർജി ആണ്. അറ്റ് ദ സെയിം ടൈം അവിടെ എന്തുകൂടി ഉണ്ടാവുന്നുണ്ട്, എന്ത് ഡിവൈസ് ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എന്ത് ഡിവൈസുകളാണെന്നുണ്ടെങ്കിലും അവിടെ ഹീറ്റ് ഉണ്ടാവും. ഹീറ്റിന് വേണ്ടിയിട്ടാണോ നമ്മൾ ബൾബ് വയ്ക്കുന്നത്, അല്ല, പക്ഷെ അവിടെ ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്, യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഇൻ ടു വിച്ച് ആൻ അപ്ലയൻസ് മെയിൻലി കൺവേർട്സ് ഇലക്ട്രിക് എനർജി ഈസ് കൺസിഡേർഡ് ദി ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ ദാറ്റ് അപ്ലയൻസ്. അതായത് നമ്മൾ ബൾബ്, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ബൾബിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താ, അപ്പൊ നിങ്ങൾ പറയും ബൾബിൽ ഊർജ്ജമാറ്റം എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. അപ്പോൾ ചില കുട്ടികൾ പറയും ലൈറ്റ് എനർജി മാത്രമല്ലോ, ഹീറ്റ് എനർജി ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, എന്തെന്ന് പറയാം, ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി എന്ന് പറഞ്ഞൂടെ. പക്ഷെ പറയാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി ഫോം ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ഏതാ, ലൈറ്റ് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. അതായത് ബൾബ് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രകാശോർജ്ജമാണ്, താപോർജ്ജമല്ല. താപോർജ്ജം ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്, നമ്മുടെ ഇൻക്യുബേറ്റർ ഒക്കെ ഉണ്ടല്ലോ, കോഴിമുട്ട വിരിയിപ്പിക്കാനായിട്ട് നമുക്ക് പണ്ടത്തെ ആ ബൾബ് വെച്ചിട്ട് നമുക്ക് ഇൻക്യുബേറ്റർ ഉണ്ടാക്കാനായിട്ട് പറ്റും, അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നോർമലി നമ്മൾ ലൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് പ്രകാശം കിട്ടാനായിട്ടാണ്. സോ ഏതാണോ നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി കിട്ടുന്നത്, അതാണ് അതിന്റെ എന്തായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്, അതിന്റെ ഇലക്ട്രിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ.